Hello friends, welcome to my channel. ഞാൻ ഇന്ന് കോളിഫ്ലവർ പക്കോടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒരു പക്കോടി ഉണ്ടാക്കാം. आज हम गोभी पकौड़ा बनाने जा रहे हैं, दिखाएंगे कैसे. നമുക്ക് കോളിഫ്ലവർ കട്ട് ചെയ്തെടുക്കാം. फूल गोभी कटिंग करना है. നമുക്ക് ഓരോരോ പീസ് ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ऐसे कटिंग करके निकाल देंगे. കോളിഫ്ലവർ എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഞാൻ ഇത്രയുള്ള സൈസിലാണ് എടുത്തിരിക്കുന്നത്. ऐसे पीस कर दिया है. हम लोग को इसमें थोड़ा कीड़ा होगा, इसलिए इसमें थोड़ा नमक और हल्दी डाल के वो पानी में डाल के रखेंगे. ഇതിനകത്ത് പുഴുക്കളൊക്കെ സാധാരണ എല്ലാം കാണാറുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഇത്തിരി മഞ്ഞൾ പൊടി ആദ്യം ഇട്ട് കൊടുക്കുക, ഉപ്പ് ഇട്ട് കൊടുക്കുക, നമക് ബി ഡാൽഡെ ഹൽദി ബി ഡാൽഡെ. ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിനകത്തോട്ട് ഇട്ട് വെക്കുകയാണ്. ഹൽദി പാനിമേ ഡാൽക്കെ ഡുബാക്കെ രखेंगे. तो മഞ്ഞൾ ഉപ്പും ഇട്ട വെള്ളത്തിൽ अरे हल्दी पानी में डाल के आधा घंटा हो गया. बड़ा बर्तन में डाल के अच्छे से धो के आएंगे. നല്ലൊരു വലിയ പാത്രത്തിലിട്ട് നമുക്കിത് കഴുകിയെടുത്തിട്ട് വരാം. ഒരു പാത്രത്തിൽ വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞു. एक बर्तन में पानी बॉईल करने के लिए रखा है. अच्छे से बॉईल हो गया. अभी फूल डालना है. നമുക്ക് ഇതെല്ലാം ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഇത് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. 2 मिनट थोड़ा बॉईल करना है. 2 मिनट तड़च കഴിഞ്ഞു നമുക്കിത് എടുക്കാം. 2 मिनट हो गया बॉईल होके. अभी निकाल के एक टू चन्नी में डालेंगे. നമുക്കൊരു അരിപ്പ പാത്രത്തിനകത്തോട്ട് ഇത് എടുത്ത് വെക്കാം. कॉलीफ्लावर നല്ല ചൂടാണ്. अच्छा गरम है. जल्दी ठंडा करने के लिए एक फ्लैट बर्तन में डाल दे. നമുക്ക് പെട്ടെന്ന് തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാത്രത്തിനകത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമക് ഡാൽ അബി. മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. മിർച്ച പൗഡർ ഡാൽ, ഹൽദി പൗഡർ, മഞ്ഞൾ പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗോൾമിർച്ചിക്ക പൗഡർ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. 1 नींबू रस डालना है. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, അദ്രക് ലഹസൂൻ കാ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് 10 മിനിറ്റ് മെറിനേറ്റ് ചെയ്യാൻ വെക്കാം. സബ് ഡാൽ കെ മെറിനേറ്റ് करने के लिए 10 मिनट रखेंगे. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കാം. 2 കപ്പ് കടലമാവ്, 2 കപ്പ് बेसन लिया है. एक बर्तन में डालना है. ഒരു പാത്രത്തിനകത്ത് ഇട്ട് കൊടുക്കും. 2 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലോർ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, അത് ഇട്ട് കൊടുക്കുക. കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ അദ്രക് ലഹസൂൻ കാ പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, മഞ്ഞൾ പൊടി, ഹൽദി പൗഡർ, ഗരം മസാല പൗഡർ 1 ടീസ്പൂൺ, ഗോൾമിർച്ചിക്ക പൗഡർ 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, നമക് ബി ഡാൽके अच्छे से मिक्स करना है. നല്ലതായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അജ്വൈൻ 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ അയമോദകമാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ കയ്യിലോട്ടാണ് ഇതെടുക്കുന്നത്. ഹാത്ത് ഡാൽക്കെ അച്ചസെ രഗഡ്ന है. നല്ലതായിട്ട് തിരുമിയിട്ട് വേണം ഇതിനകത്തോട്ടിടാൻ, എന്നാലേ നല്ല മണം വരത്തുള്ളൂ. മല്ലിയിലയാണ്, ധനിയപ്പത്ത है, छोटा छोटा काट के डालना. നല്ലതായിട്ട് ചെറുതായിട്ട് മുറിച്ച് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മല്ലിയില ചെറുതായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ധനിയപ്പത്ത छोटा छोटा काट के रखा है, वो भी डालना है. നമുക്ക് ഇതിനകത്തോട്ട് പൊടിക്കകത്ത് ഇട്ടിട്ട് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്യും. അച്ഛക്കെ മിക്സ് കറിയില്ല. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. थोड़ा थोड़ा पानी डाल के थोड़ा मिक्स करना है. അധികം വെള്ളം പാടില്ല, നല്ല തിക്കായിട്ടിരിക്കണം ബാറ്റർ. अच्छे തിക്ക് होना चाहिए ബാറ്റർ. നമ്മുടെ ബാറ്റർ നോക്കിക്കേ, ബാറ്ററിന്റെ കൺസിസ്റ്റൻസി ഇത്രയും തിക്കായിരിക്കണം. ബാറ്റർ का कंसिस्टेंसी इतना थिक होना चाहिए. कॉलीफ्लावर तणुत കഴിഞ്ഞു. ब्रेड करके रखा था, वो भी ठंडा हो गया. अभी इसमें डालना है, बैटर में डालना है. നമുക്കിത് ബാറ്ററിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പതുക്കെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. ധീരെ ധീരെ മിക്സ് करना है, नहीं होने से टूट जाएगा. നമ്മൾ പതുക്കെ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. कॉलीफ्लावर बैटरुമായിട്ട് മിക്സ് ചെയ്ത് റെഡി ആയി കഴിഞ്ഞു വറക്കാൻ. फ्राई करने के लिए कॉलीफ्लावर रेडी हो गया. अभी तेल में डालना है. നമുക്ക്
വറുത്തെടുക്കാം. അതിനകത്ത് എണ്ണ വെച്ചിട്ടുണ്ട്, നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞു. അച്ചത്തെ തേൽ ഗരം ഹോ ഗയാ, അബി ഇസ്മേ ഡാൽനാ ഹൈ. നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കോളിഫ്ലവറിൻ്റെ പക്കോടി റെഡി ആയി കഴിഞ്ഞു. നോക്കിക്കേ, നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞു. अच्छा गोल्डन ब्राउन हो गया. हम लोग का गोभी पकौड़ी रेडी हो गया. निकाल देंगे. നമുക്ക് എടുക്കാം. ബാക്കി കൂടെ ഇട്ടു കൊടുക്കാം. ബാക്കി भी डालेंगे. രണ്ടാം ഇട്ടത് റെഡി ആയി കഴിഞ്ഞാൽ दोबारा डाला वो भी रेडी हो गया. निकाल देंगे. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒരു ഇത്തിരി പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. हरी मिर्च ले रहे फ्राई करना है. मुളകല്ല ഇട്ടിരിക്കുന്നത്, സ്ലിറ്റ് ചെയ്താണ്, അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും. വ്യത്യാസം हम स्लिट करके डाला है, नहीं वैसे फट जाएगा. निकाल देंगे. നമുക്ക് എടുക്കാം. ഇത്ര കളർ പോകുന്നതിന് മുമ്പേ എടുക്കണം, ഒത്തിരി ഫ്രൈ ചെയ്യാൻ പാടില്ല. ഐസി കളർ होने का टाइम हम लोग निकाल के लेना है. കോളിഫ്ലവർ പക്കോടി റെഡി ആയിട്ടുണ്ട്. നല്ല ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ഇഷ്ടപ്പെടും. നമ്മുടെ 4 മണിക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. सब लोग थोड़ा ट्राई करके देखिएगा. चाय के साथ ये इवनिंग स्नैक बहुत बढ़िया है. सब लोग थोड़ा ट्राई करके देखिएगा. कमेंट करना है, लाइक करना है. कमेंट ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.